കണ്ണീർ പെയ്ത മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും ഇനി പുത്തൻ പ്രതീക്ഷകളുടെ പുലരി. ഉരുൾപൊട്ടൽ കവർന്ന സ്വപ്നങ്ങൾക്ക് പകരമായി സർക്കാർ ഒരുക്കിയ സ്നേഹഭവനങ്ങൾ അതിജീവിതർക്ക് കൈമാറി. വയനാട് പുനരധിവാസ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 30 ആ കറുത്ത രാത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് താങ്ങും തണലുമാകാൻ നാടൊന്നാകെ കൈകോർത്തതിന്റെ ഫലമാണിത്. 1.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സങ്കടങ്ങൾക്കിടയിലും പുഞ്ചിരിയോടെ തങ്ങളുടെ പുതിയ വീടുകളിലേക്ക് ആ ജനത മടങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായ 178 വീടുകളുടെ താക്കോൽദാനവും പട്ടയ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 7 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് ഓരോ വീടും അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. അടുത്ത മഴക്കാലത്തിനു മുൻപ് ദുരന്തബാധിതരായ എല്ലാവർക്കും വീട് നൽകുമെന്ന ഉറച്ച വാഗ്ദാനമാണ് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് നൽകിയത്. ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആദ്യഘട്ട ഗുണഭോക്താക്കളായി 178 കുടുംബങ്ങൾ അവർക്ക് അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുകയാണ്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതായിരിക്കും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത മഴക്കാലത്തിന് മുൻപ് വലിയ മാസങ്ങളില്ല നമുക്കറിയാം. അതിനിടയിൽ വരാനിടയുള്ള വലിയ തിരക്ക് പിടിച്ച ഘട്ടമുണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിലും അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒട്ടും എളുപ്പമായിരുന്നില്ല നമ്മുടെ യത്നം എന്ന കാര്യമാണ്. അപ്രതീക്ഷിതമായി ഒരു രാത്രി കൊണ്ട് ഒരു നാട് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുന്ന അവസ്ഥ, ജീവനോപാധികൾ ഇല്ലാതാകുന്ന നില, ശാരീരികമായ അവശതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ, അങ്ങനെ ഒട്ടേറെ യാതന അനുഭവിക്കുന്ന സഹോദരങ്ങളെയാണ് ആ ദുരന്തം ബാക്കി വെച്ചത്. ഏത് നാടും പകച്ചു നിന്നു പോകുന്ന ഘട്ടമാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു നാടിനെ തിരികെ കൊണ്ടുവരിക എന്ന ശ്രമകരമായ ദൗത്യമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹായ നിഷേധങ്ങളും വ്യാജ പ്രചരണങ്ങളും വെല്ലുവിളിയായപ്പോഴും കേരളം കാട്ടിയ പാരസ്പര്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും മാതൃകയാണിത്. വ്യാജ വാർത്തകൾക്ക് മറുപടി നൽകുന്നതാണ് ഈ ടൗൺഷിപ്പ് എന്ന് റവന്യൂ മന്ത്രി കെ രാജനും കൂട്ടിച്ചേർത്തു. ദുരന്തത്തിൽ പരിക്കേറ്റ അവ്യക്തിനാണ് മുഖ്യമന്ത്രി ആദ്യ പട്ടയം കൈമാറിയത്. കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനെക്സ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. വയനാട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്, കൂടുതൽ കരുത്തോടെ. Subscribe to One India and never miss an update.